കണ്ണൂർ ശ്രീകണ്ഠാപുരം വളകയിൽ സ്കൂൾ ബസ് മറിഞ്ഞ് വിദ്യാർത്ഥിനി മരിച്ച അപകടത്തിന് കാരണം ഡ്രൈവറുടെ അശ്രദ്ധ. ബസിന്റെ ബ്രേക്കിന് തകരാറുണ്ടെന്ന ഡ്രൈവറുടെ വാദം മോട്ടോർ വാഹന വകുപ്പ് തള്ളി. മോട്ടോർ വാഹന വകുപ്പ് 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. സംഭവസ്ഥലത്ത് പരിശോധന നടത്തിയ മോട്ടോർ വാഹന വകുപ്പ് കല്ലിലിടിച്ച ശേഷമാണ് ബസ് മറിഞ്ഞതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്പോട്ട് പരിശോധിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ സ്പോട്ട് ഇപ്പോൾ ഇതൊരു 300 മീറ്ററോളം ഇറക്കമുള്ള ഒരു റോഡാണ്. സ്റ്റീപ്പായ ഇറക്കവും വളവും വരുന്നൊരു സ്ഥലമാണ്. ഇവിടെ ടയർ മാർക്കുകളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ഒരു കല്ലിന് പിറകിൽ ടയർ ഇടിച്ചതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ സ്പോട്ട് മാർക്ക് ചെയ്ത് അതിൻ്റെ കൂടെ ഒരു അന്വേഷണമാണ് ഇവിടെ നടക്കുന്നത്. ഇനിയിപ്പം വാഹനത്തിൻ്റെ വിശദമായ പരിശോധന നടത്തുന്നതാണ്. അപകടത്തിൽ മരിച്ച 5ാം ക്ലാസ് വിദ്യാർത്ഥിനി നേതിയ എസ് രാജേഷിന് സഹപാഠികളും അധ്യാപകരും ആദരാഞ്ജലി അർപ്പിച്ചു. വിശദാംശങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഏറെ ഞെട്ടലുളവാക്കിയൊരു സംഭവമായിരുന്നു ഇന്നലത്തെ കണ്ണൂരിലെ വാഹനാപകടം. അതിലും ഏറെ സങ്കടപ്പെടുത്തിയത് 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ മരണവാർത്തയാണ്. ഇന്നേറെ വേദനയോടുകൂടിയാണ് സഹപാഠികളും അധ്യാപകരും ഉറ്റവരും ബന്ധുക്കളുമൊക്കെ ആ പെൺകുട്ടിക്ക് അന്ത്യയാത്ര നൽകുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഡ്രൈവറുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, അശ്രദ്ധ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മോട്ടോർ വാഹന വകുപ്പ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ഡ്രൈവർക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്? ടോമെ സൂചിപ്പിച്ചതുപോലെ തന്നെ പുതുവർഷത്തിൽ തന്നെ ഇത്തരത്തിലുള്ള വലിയ വേദനാജനകമായ വാർത്തകൾ കേട്ടാണ് നമ്മൾ ഉണർന്നത്. കാരണം നിരവധി വാഹനാപകടങ്ങൾ, നിരവധി പേർ മരണപ്പെടുന്ന സാഹചര്യം. അതിലേറ്റവും വേദനാജനകം ഈ സംഭവം തന്നെയാണ്. സ്കൂൾ ബസ്, കുഞ്ഞു കുട്ടികൾ സഞ്ചരിച്ച ആ വാഹനം മറിഞ്ഞ് ആ കുട്ടി അതിൽ നിന്നും തെറിച്ച് വാഹനത്തിന്റെ അടിയിൽപ്പെട്ട് ദാരുണമായി മരണപ്പെടുന്ന സംഭവം. എന്തായാലും ഈ ഡ്രൈവറുടെ വാദം പൊളിയുകയാണ്. നേരത്തെ ഡ്രൈവർ പറഞ്ഞത് ഈ വാഹനത്തിന്റെ ബ്രേക്ക് തകരാറായതുകൊണ്ടാണ് ഈ അപകടം സംഭവിച്ചതെന്നാണ്. പക്ഷേ ഇപ്പോൾ കൃത്യമായി മോട്ടോർ വെഹിക്കിൾ വകുപ്പ് ഉദ്യോഗസ്ഥർ ന്യൂസ് 18 തന്നെ ആ കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഒരു കല്ലിലിടിച്ച് അശ്രദ്ധമായി വാഹനം ഓടിച്ച് വാഹനം മറിയുകയായിരുന്നു. എന്തായാലും ആ ബ്രേക്കിന് ഏതെങ്കിലും തരത്തിൽ തകരാറില്ല, അതുകൂടാതെ എഞ്ചിനും തകരാറില്ല എന്ന് തന്നെയാണ് പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ ഇവരുടെ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഡ്രൈവറുടെ ആ വാദം അവിടെ പൊളിയുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഡ്രൈവർ മൊബൈൽ ഉപയോഗിച്ചിരുന്നു എന്ന് ഒരു ആരോപണം ഉയർന്നിരുന്നു. അതായത് 4:05 ഈ ഡ്രൈവർ നിസാമുദ്ദീൻ സ്റ്റാറ്റസ് ഇട്ടിരുന്നു തന്റെ വാട്സാപ്പിൽ. അത് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇട്ടതാണെന്ന സംശയം ബലപ്പെട്ടിരുന്നു. ഏതായാലും ആ കാര്യത്തിലും ഒരു തീരുമാനമായിരിക്കുന്നു. സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടി അത് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ ഉത്തരവിട്ടിരിക്കുന്നു. അത്തരത്തിൽ ഈ ഡ്രൈവർ ശരിക്കും ഈ ഡ്രൈവറുടെ വാദങ്ങളെല്ലാം പൊളിയുകയാണ്. ഇതിൽ ശ്രീകണ്ഠാപുരം പോലീസ് ഇപ്പോൾ ഡ്രൈവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ഉൾപ്പെടെ 3 വകുപ്പുകൾ ചേർത്ത് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. മാത്രമല്ല മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഇയാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 2 ദിവസത്തിനകം ഈ റിപ്പോർട്ട് സമർപ്പിക്കും. അതിനുശേഷം മറ്റ് കടുത്ത നടപടികളിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ തോതിൽ ഇതോടൊപ്പം ചില ആക്ഷേപം ഉയരുന്നത്, ഈ ബസ്സിന് നേരത്തെ ഫിറ്റ്നസ് ഉണ്ടായിരുന്നില്ല, പിന്നീട് ഗതാഗത മന്ത്രി ഇടപെട്ടാണ് ഫിറ്റ്നസ് നൽകിയെന്നൊക്കെ ചില ആക്ഷേപങ്ങൾ, ചില ആരോപണങ്ങളൊക്കെ ഉയർന്നു കേൾക്കുന്നുണ്ടല്ലോ. അതിലെന്താണ്, അതിൻ്റെ ഒരു വസ്തുത എന്താണ്? തീർച്ചയായും അത്തരത്തിലുള്ള റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഗതാഗത കമ്മീഷണറാണ്, വകുപ്പ് കമ്മീഷണറാണ് ഇത്തരത്തിൽ ഒരു ഉത്തരവിറക്കിയത്. അതായത് ഫിറ്റ്നസ് കഴിഞ്ഞ വാഹനത്തിനും, അതായത് സംസ്ഥാന സർക്കാരിന് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള ഉത്തരവ് ഇറക്കാൻ സാധിക്കില്ല. അത് കേന്ദ്ര സർക്കാരിന്റെ അധികാര പരിധിയിൽപ്പെട്ടതാണ്. പക്ഷേ ഈ കാര്യത്തിൽ 2027 വരെ ഈ ബസ്സിന് ഇത്തരത്തിൽ ഫിറ്റ്നസ് നീട്ടിക്കൊടുത്തിരിക്കുന്നു. അത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഏതായാലും കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഈ വാഹനത്തിന്റെ ഫിറ്റ്നസ് അവസാനിച്ചതാണ്. അതിനുശേഷം വീണ്ടും പുതുക്കി കൊടുത്തു. ഇപ്പോൾ ഏതാനും 2 ദിവസത്തിന് മുമ്പ് ഇതിന്റെ ഫിറ്റ്നസ് പൂർണ്ണമായും അവസാനിച്ചതാണ്. പക്ഷേ ആ രീതിയിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് നടത്തിയ പരിശോധനയിൽ ഈ വാഹനത്തിന് അത്രത്തോളം യന്ത്ര തകരാറോ അതല്ല ഈ വാഹനത്തിന്റെ അടിഭാഗത്ത് ദ്രവിച്ചോ അങ്ങനെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടല്ല ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഇത് ഈ ഡ്രൈവറുടെ അശ്രദ്ധ തന്നെയാണ് ഈ വാഹനാപകടത്തിന് കാരണമെന്നാണ് പ്രാഥമികമായി ഈ മോട്ടോർ വെഹിക്കിൾ വകുപ്പ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് 4 അംഗ സംഘം കണ്ണൂരിൽ നിന്നുള്ള ഈ
പ്രത്യേക 4 അംഗ സംഘം വൈകുണ്ഠൻ MBAയുടെ നേതൃത്വത്തിലുള്ള 4 അംഗ സംഘമാണ് ഇത്തരത്തിൽ പരിശോധന നടത്തിയത്. ഏതായാലും ഈ ഫിറ്റ്നസ് വീണ്ടും പുതുക്കി നൽകിയത് സംബന്ധിച്ചുള്ള വിവാദങ്ങളൊക്കെ ഇപ്പോൾ നിലനിൽക്കുന്ന അത്തരത്തിലുള്ള ഒരു കത്ത് കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഗതാഗത കമ്മീഷണറാണ് ഈ സ്കൂളിന്റെ ആവശ്യപ്രകാരം ഇത്തരത്തിൽ ഒരു ഉത്തരവിറക്കിയത്. അത് മന്ത്രി KB ഗണേഷ് കുമാർ ആവശ്യപ്പെട്ട പ്രകാരം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിലെല്ലാം അന്വേഷണം നടക്കേണ്ടതുണ്ട്. കൂടാതെ ഈ ഡ്രൈവറുടെ വൈദ്യ പരിശോധന ഉൾപ്പെടെ മെഡിക്കൽ സംഘം നടത്തും. അതുകൂടാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സൈബർ സെല്ലിനോട് സഹായം തേടിയിട്ടുണ്ട്. ഈ ഫോൺ വിശദാംശങ്ങൾ സംബന്ധിച്ച് ഈ ഫോൺ ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. ഏതായാലും മുൻവശത്ത് വലതുഭാഗത്തിരുന്ന ഈ കുട്ടിയാണ് ഇതിൽ നിന്നും ഗ്ലാസിൽ പുറത്തേക്ക് തെറിച്ച് ഈ വാഹനത്തിന്റെ അടിയിൽപ്പെട്ട് അതിദാരുണമായി മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. 18 കുട്ടികളായിരുന്നു ഈ ബസ്സിനകത്തുണ്ടായിരുന്ന കുഞ്ഞു കുട്ടികൾ. 18 കുട്ടികളെ കൊണ്ടുപോകുന്ന ഒരു വാഹനത്തിലാണ് ഇത്രയും അശ്രദ്ധയായി ഒരു ഡ്രൈവർ കൈകാര്യം ചെയ്തതെന്നാണ് അതിനെ ന്യായീകരിച്ചുകൊണ്ട് വാഹനത്തിന്റെ യന്ത്ര തകരാറ്, അതായത് ബ്രേക്ക് തകരാറ് കൊണ്ടാണ് ഈ അപകടം സംഭവിച്ചതെന്നായിരുന്നു ഇയാൾ പറഞ്ഞത്. ഏതായാലും ഈ റോഡിന്റെ ഒരു അശാസ്ത്രീയത കൂടി ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും 30 കിലോമീറ്റർ സ്പീഡ് തന്നെ ഈ ഭാഗത്ത് വളരെ വേഗത എന്നാണ് മോട്ടോർ വെഹിക്കിൾ പറയുന്നത്. അത്രത്തോളം ചെങ്കുത്തായ ഇറക്കവും വളവും ഒക്കെയുള്ള ഒരു സ്ഥലമാണ്. ഒരു ബസ്സിന് സഞ്ചരിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള റോഡാണ്. പക്ഷേ അത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഏതെങ്കിലും തരത്തിൽ ബസ്സിന് ഇതുവഴിയുള്ള വാഹനം നിരോധിക്കാൻ കഴിയില്ല, ഗതാഗതം നിരോധിക്കാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്നത്. എന്തായാലും അത്രത്തോളം വലിയ അപകടകരമായ ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ ഇനി ഫോൺ കൂടി ഉപയോഗിച്ചു എന്ന് സൈബർ സെല്ലിന്റെ സഹായത്തോടെ കണ്ടെത്തുകയാണെങ്കിൽ അത് ഗുരുതരമായ നിയമലംഘനമായി മാറും. ഏതായാലും ഡ്രൈവർ ഫോൺ ഉപയോഗിച്ചിരുന്നു എന്ന് പരിശോധിക്കണം. ഡ്രൈവറുടെ അനാസ്ഥയാണ് ഈ ഒരു കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമായത്, ഈ അപകടത്തിന് കാരണമായത്. ഇതോടൊപ്പം മന്ത്രിയുടെ ഭാഗത്തുനിന്ന് വഴിവിട്ട ഒരു നടപടികൾ ഈ ബസ്സിന് ഫിറ്റ്നസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യവും പരിശോധിക്കേണ്ടതാണ്.